ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഏതാണെന്ന് അറിയുന്നതിൻ്റെ ഉത്തരം തേടലാണോ ഓരോ പ്രകൃതി ദുരന്തവും. 2017 മുതൽ 2024 ഇന്ന് വെളുപ്പിന് വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും ഉരുൾപൊട്ടിയിരിക്കുന്നു. അനേകം ജീവനുകൾ ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. അനേകം ജീവനുകൾ ചെളിയിൽ ആണ്ടുപോയിരിക്കുന്നു. വീടുകൾ, ആടുമാടുകൾ, വാഹനങ്ങൾ എല്ലാം ചെളിയിൽ ആണ്ടുപോയിരിക്കുന്നു. ഒരു നിമിഷത്തെ പ്രകൃതി ദുരന്തത്തിൽ ചാലിയാർ പുഴയിലൂടെ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം ഒഴുകി വന്നപ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ആ മരണത്തിൻ്റെ ആഴം എത്രയുണ്ടെന്നുള്ളത്. ഒരു പക്ഷേ അമ്മ താരാട്ടുപാടി ഉറക്കിയതാകാം ആ കുഞ്ഞിനെ. അമ്മയുടെ നെഞ്ചോട് ചിലപ്പോൾ പറ്റിക്കിടന്നതായിരിക്കും ആ പൊന്നുകുഞ്ഞ്. ഇന്ന് ചെളിയിൽ ആണ്ടുപോയിരിക്കുന്നു. എത്ര പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു. ഈ കൊച്ചു കേരളം പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു നാടായി മാറുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ അനേകം വാർത്തകൾ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കും എന്താ എന്ന് ഓർത്തങ്ങനെ വിടും. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ പറ്റൂ എന്നൊരൊറ്റ കാരണത്താൽ മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പുഴകൾ ഒഴുകുകയാണ്. എങ്ങനെയാണ് കുത്തി ഒലിച്ചൊഴുകുന്നത്? എങ്ങനെയാണ് ഈ പുഴകൾ ഉണ്ടാകുന്നത്? ഓരോ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്തും അനേകം പുഴകളായി മാറുകയാണ് ചെയ്യുന്നത്. ആ പുഴയിലൂടെ മഴവെള്ളപ്പാച്ചിലുകളും ചെളിയും ഇങ്ങനെ എന്താ പറയുക, ആർക്കും നിയന്ത്രിക്കാനാകാത്ത വിധം ഒഴുകി വരുന്നു. ആ വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുന്ന അനേകം ജീവനുകൾ. ഒരുപക്ഷെ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ ഒരു ജില്ല മാത്രമായിരിക്കും വയനാട്, അല്ലേ? നമ്മൾ ബാക്കിയുള്ള 13 ജില്ലക്കാരും സ്വസ്ഥമായി ഉറങ്ങിയപ്പോൾ അവിടെ കുറച്ച് പേർ ജീവന് വേണ്ടി പോരാടുന്ന നമ്മളെല്ലാം രാത്രി സുഖമായി ഉറങ്ങിയപ്പോൾ മഴവെള്ളപ്പാച്ചിൽ കുത്തി ഒലിച്ച് അയ്യോ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഒരു ദൈവം പോലും അവരെ രക്ഷിക്കാനുണ്ടായിട്ടില്ല. കാരണം പ്രകൃതി, ആ പ്രകൃതിയെ സൃഷ്ടിച്ചതും ഒരു ശക്തിയാണ്. സുഖമായി ആഹാരമൊക്കെ കഴിച്ച് ഉറക്കത്തിലേക്ക് പോയവർ, പഠിക്കുന്ന മക്കളുണ്ടാകാം, ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ടാകാം. തോടും പുഴകളും ഗതിമാറി ഒഴുകുകയാണ്. നമുക്കറിയാം, ഓരോ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്താണ് പുഴകൾ രൂപം പ്രാപിക്കുന്നത്. ആ പുഴകളിൽ അതിശക്തിയായിട്ടുള്ള പ്രവാഹം ഉണ്ടാകും. അതായത് മണ്ണൊലിപ്പ്, ചെളികൾ, മാത്രമല്ല വലിയ വലിയ മരങ്ങൾ കടപുഴകി ഒഴുകും. വലിയ പാറകഷ്ണങ്ങൾ ഉരുണ്ടുവരും. രക്ഷിക്കാൻ കഴിയാത്ത വിധം ഓരോ ജീവനുകൾ പിടഞ്ഞു ഈ ഭൂമിയിൽ നിന്നും ഒരു നിമിഷം കൊണ്ട് മാറ്റപ്പെട്ടു. ഈ കൊച്ചു കേരളത്തിലാണേ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അർജുൻ മോനെ തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ ദൗത്യ സംഘങ്ങളും, എല്ലാ രക്ഷാപ്രവർത്തകരും, ഫയർഫോഴ്സ് ആയാലും എന്താ പറയണ്ടത്, എല്ലാം എന്തൊക്കെ മേഖലയിലുണ്ട് അതെല്ലാം അവിടെ നിന്ന് സന്നദ്ധരാണ്. പക്ഷേ ആ ചെളിയിൽ ആണ്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. പക്ഷേ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ചെളിയായിരിക്കുന്നു. നോക്കണേ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. പ്രകൃതി വികൃതി കാണിക്കുകയാണ്. ആരാണ് ഈ പ്രകൃതിയെ ഈ വികൃതിയിലേക്ക് തള്ളിയിടുന്നത്? സ്വസ്ഥമായ ജീവിതം നയിച്ച കുറേ കാട്ടുമൃഗങ്ങൾ, കാട്ടിൽ ശുദ്ധമായ മനസ്സോട് ജീവിച്ച കുറേ പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരും, അവരുടെയൊക്കെ സ്വൈരമായ ജീവിതത്തിന് വിരാമമിട്ടത് ആരാണ്? ഈ പ്രകൃതി ഈ ദുരന്തത്തിലേക്ക് വലിച്ചെടുക്കുന്ന ആരാണ്? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അതിലൊരു പങ്കുണ്ട്. നമ്മൾ വലിയ മണിമാളികകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആരും ഓർക്കുന്നില്ല. ഇതൊക്കെയും എന്താ പറയണ്ട, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി ചെയ്യുമ്പോൾ ഈ പ്രകൃതിയെ ഉണ്ടാക്കിയ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ചിലപ്പോൾ തിരിച്ചടികൾ വരേണ്ടി വരും. പക്ഷേ അതിൽ പൊലിഞ്ഞു പോകുന്നത് പാവപ്പെട്ട കുറേ നിഷ്കളങ്കരായ ജനങ്ങളും. നമ്മുടെ മന്ത്രിമാർ ഹെലികോപ്റ്ററിൽ എത്തുന്നുണ്ട്, സൈനികരെത്തിയിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ എത്തിയിട്ടും പ്രകൃതി എന്താണ് വികൃതി കാണിച്ചു അവിടെ. അനേകർ ഇപ്പോഴും ചെളിയിൽ ആണ്ട് കിടക്കുകയാണ്. ഒന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പാലം തകർന്നു പോയിരിക്കുകയാണ്. സൈനികരെത്തിയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൃത്രിമമായിട്ട് പാലമൊക്കെ നിർമ്മിച്ച് ഒരുപാട് പേരെ ജീവനിലെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. നമ്മുടെ മന്ത്രിമാരും സൈനികരും ഹെലികോപ്റ്ററിൽ അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കട്ടെ. എന്നാൽ സംഭവിച്ചതിൻ്റെ ആഴം എത്രയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഉരുൾപൊട്ടലിൽ മരിച്ചു വീണ ഓരോ ജീവനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിജയ് രമേശ് എന്ന ഈ ചാനലിൻ്റെയും പേരിൽ കണ്ണീരിൽ കുതിർന്ന ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.